അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, പലരും പറയാറുണ്ട്, മൗലൂദുകളെയൊക്കെ എന്തിന് മുജാഹിദുകൾ എതിർക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹല്ലേ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെയൊക്കെ എതിർക്കുന്നത് എന്നൊക്കെ പറ്റി പല സാധാരണക്കാരും പറയാറുണ്ട്. എങ്കിൽ നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാൻ പോകുന്നത് മുജാഹിദുകളുടെ മൗലൂദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മുജാഹിദുകൾ, അതായത് സലഫികൾ പറയുന്ന മൗലൂദ്. അതിനു മുമ്പ് ഒരു കാര്യം ഉണർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരെങ്കിലും കളവ് പ്രചരിപ്പിച്ചാൽ അവൻ നരകത്തിൽ അവനൊരു സീറ്റ് റിസർവ് ചെയ്തവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമ്മൾക്കറിയാം. ആ ഹദീസ് ഒരു മുസല്ലിയാര് ഇവിടെ പറയുന്ന സന്ദർഭം നമ്മൾക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. സയ്യിദ് അബ്ദുറഹ്മാൻ ബിച്ചിക്കോയ തങ്ങളെ പായാറുപ്പാപ്പാനെ വിളിച്ചിട്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ പറഞ്ഞു, നീ കാസർഗോഡ് ജില്ലയുടെ മലമുകളിലെ പായാറ് പോയിട്ട് അവിടെ ദീനുണ്ടാക്ക്. റസൂലുള്ളാഹ് പറഞ്ഞ വാക്ക് സ്വീകരിച്ച പായാർ തങ്ങൾ ഉപ്പാപ്പോടെ വന്നത്. അവിടെ നിന്നുള്ള ഇൽഹാമിന്റെ സ്വപ്നത്തിന്റെ ദർശനം കൊണ്ട് സലാത്തുമായി നാട്ടിൽ കാലുകുത്തിയത്. ഇവിടെ മാത്രമാണോ ബർക്കത്ത്? അങ്ങ് കാടാമ്പുഴയിൽ, അങ്ങ് തങ്ങൾ ചെല്ലുന്ന ആയിരക്കണക്കായ വേദികൾ, ലക്ഷോ من كذب علي متعمدا فليتبوأ مقعده من النار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, നന്റെ മേലെ ഓർത്ത ബേനുബേനോട്ട് മനഃപൂർവ്വക കളവ് ചൊന്നാണ് അവന്റെ സീറ്റ് അവന് സ്വർഗത്തില് നരകത്തില് കൺഫർം ആക്കിയിട്ടുണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമാണത്രേ ബായാറ് പോയിട്ട് അവിടെ അദ്ദേഹം മജ്ലിസ് ഉണ്ടാക്കിയതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പ്രചരിപ്പിക്കൽ നരകത്തിൽ സീറ്റുറപ്പിക്കുന്നത് പോലെയാണ് എന്നുള്ള ഹദീസ് മറ്റൊരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിവിടെ കേട്ടുവരുന്ന മാല മൗലൂദുകളിലൊക്കെ കഥകളും അതുപോലെ തന്നെ ഭാവനകളിൽ നിറഞ്ഞ പല കാര്യങ്ങളുമാണ് കുത്തി നിറച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതിനെ, പഠിപ്പിക്കാത്തതിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതിനെ, എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നോ പറഞ്ഞു എന്നോ പറഞ്ഞുകൊണ്ട് കളവ് നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളും ഈ നരകത്തിൽ സീറ്റുറപ്പിച്ച ആളായി മാറുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ഓതിക്കേൾക്കുന്ന മാല മൗലൂദുകളെ പോലെയല്ല സലഫികളുടെ മൗലൂദ്. അത് നമ്മൾക്കൊന്ന് കേൾക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ സാഹചര്യം, തങ്ങളുടെ ജീവിത സാഹചര്യം പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബീവി പറയാം. ഞങ്ങളുടെ വീട്ടിൽ സാധാരണഗതിയിൽ നിങ്ങളൊക്കെ ചരിത്രത്തിൽ വായിച്ചു കേട്ടിട്ടുള്ളതുപോലെ മുഴുപട്ടിണിയാണ്. മുഴുപട്ടിണി, എന്നും പട്ടിണി. ഭർത്താവ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവറുകൾ വളപ്പിൽ പണിയെടുക്കാൻ വേണ്ടി പോയി. സാധാരണ ബായിക്കോട്ടും കൂമ്പയും മമ്മട്ടിയൊക്കെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് പണിയുണ്ടോ എന്ന് അന്വേഷിച്ച് ജൂത നസാറാക്കളുടെ ഒക്കെ വീടുകളിലും തോട്ടങ്ങളിലും പോയി പണിയെടുത്തിട്ട് അന്നത്തെ ദിവസം ചില്ലറ വേതനം കിട്ടി. അത് കൊണ്ടുവന്ന് മാവ് വാങ്ങി അത് കുഴച്ച് റൊട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് 4 റൊട്ടി ഉണ്ടായി. 4 റൊട്ടി. ഒരു റൊട്ടി എന്റെ ഭർത്താവിന് ഞാൻ കൊടുത്തു, അലി ഇബ്നു അബീ താലിബിന്. രണ്ടാമത്തെ റൊട്ടി ഞാൻ ഹസ്സന് കൊടുത്തു റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് ഹുസൈന് കൊടുത്തു റളിയല്ലാഹു അൻഹു. ഇനി 4മതൊരു റൊട്ടി ബാക്കിയുണ്ട്, അതെന്റെ ഓഹരിയാണ്. ഞാനത് കഴിക്കാൻ ആശിച്ചുകൊണ്ട് അതിങ്ങനെ പിച്ചാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു തോന്നൽ വന്നു. തൊട്ടടുത്ത് എന്റെ ഉപ്പയുണ്ട്. എന്റെ ഉപ്പനെ സംബന്ധിച്ചിടത്തോളം കുറെ നാളുകളായി കാണും എന്തെങ്കിലും കഴിച്ചിട്ട്. അതുകൊണ്ട് മകളുടെ സ്നേഹാധിക്യത്താൽ ഉപ്പയുടെ വിശപ്പിനെ കുറിച്ച് ഓർത്തപ്പോൾ വേഗം ആ റൊട്ടി കയ്യിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആരും അറിയാതെ തൊട്ടരികിലുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ കൂടലിന്റെ അരികിലേക്ക് ഞാൻ പോയി. ഞാൻ ആ സമയത്ത് കടന്നു വന്നപ്പോൾ എന്നോട് ഫാത്തിമ മോളെ, എന്താ ഈ നേരത്ത് നീ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒരു റൊട്ടി ആരും കാണാതെ കയ്യിൽ ഒളിപ്പിച്ചുകൊണ്ട് എന്റെ വാപ്പാക്ക് കൊടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അലി ഇബ്നു അബീ താലിബ് ചില്ലറ മാവ് കൊണ്ടുവന്നു. അത് റൊട്ടിയാക്കിയപ്പോൾ 4 റൊട്ടി കിട്ടി. അതിൽ നിന്നും ഒന്ന് ഞാൻ അലിക്ക് കൊടുത്തു, ഒന്ന് ഹസന് കൊടുത്തു, ഒന്ന് ഹുസൈന് കൊടുത്തു. അവസാനം എന്റെ ഓഹരി ഞാൻ തിന്നാൻ പോകുമ്പോൾ എനിക്കൊരു തോന്നൽ വന്നു, എന്റെ ബാപ്പ കുറെ ദിവസമായി കാണും എന്തെങ്കിലും കഴിച്ചിട്ട്, അതുകൊണ്ട് അങ്ങേക്ക് തരാതെ തിന്നാൻ എനിക്ക് തോന്നിയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, 1400 ചില്ലറ വർഷത്തിന് ശേഷം ഞാനിത് പറയുമ്പോൾ എനിക്ക് എന്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മുസ്ലിമീങ്ങളായ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പുത്രി എന്റെ മുമ്പിൽ ഇന്ന് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ പറയുമ്പോൾ ആ വാപ്പയുടെ മനസ്സ് എങ്ങനെ താങ്ങും? പ്രിയപ്പെട്ടവർ, എങ്ങനെ സഹിക്കും? മകള് ഇത്രയും ദുഃഖകരമായ സ്നേഹ സമ്മാനം തങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മകൾക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടി കണ്ണുനീര് കാണിക്കാതെ, ദുഃഖം കാണിക്കാതെ, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ റൊട്ടിങ് വാങ്ങി അതിൽ നിന്നും ഒരു കഷ്ണം പിച്ചി തങ്ങൾ വായിൽ വെച്ചു സ്നേഹത്തോടെ. ഞാൻ കഴിക്കുന്നത് ഇപ്പൊ ചപ്പാത്തിയല്ല, ഞാൻ കഴിക്കുന്നത് റൊട്ടിയല്ല, ഞാൻ കഴിക്കുന്നത് എന്റെ പൊന്നാര മോൾ എനിക്ക് സമ്മാനിച്ച സ്നേഹമാണ്, എന്റെ പൊന്നു മോൾ എനിക്ക് തന്ന സ്നേഹമാണ് ഞാൻ കഴിക്കുന്നത്. ആ റൊട്ടി തങ്ങൾ വായിൽ വെച്ചിട്ട് തങ്ങൾക്ക് പെട്ടെന്ന് നിയന്ത്രണം വിട്ടതുപോലെ, മോളെ ഫാത്തിമ, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. മോളെ ഫാത്തിമ, നിന്റെ വാപ്പ മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിന്റെ പിടിയിലാണോ, ആ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് മോളെ ഞാൻ പറയട്ടെ, നിന്റെ വാപ്പയുടെ വായിലേക്ക് 3 ദിവസത്തിന് ശേഷം ആദ്യമായി കടന്നുപോകുന്ന ആഹാരമാണ്, അന്നമാണിത്. നിന്റെ വാപ്പ എന്തെങ്കിലും വായിൽ വെച്ചിട്ട് 3 ദിവസമായി. മദീനത്തെ കിരീടം വെക്കാത്ത രാജാവ് അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 3 ദിവസമായി മുഴുപട്ടിണിയിലാണ്. നാട്ടുകാരറിഞ്ഞില്ല, പരിസരവാസികൾ അറിഞ്ഞില്ല. തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കളോടൊന്നും തങ്ങൾ ആവലാതി പറഞ്ഞില്ല, വേദന പറഞ്ഞില്ല, വിഷമം പറഞ്ഞില്ല. കൃത്യമായ പച്ചയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദർഭങ്ങളാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനോടല്ലാതെ തേടരുത്, പ്രാർത്ഥിക്കരുത്, ദുആ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച റസൂലിന്റെ പേരിൽ ഇന്ന് സമസ്തക്കാർ ചൊല്ലുന്ന മൗലൂദുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥനകളും ശിർക്കൻ വരികളും കടന്നു വരുന്നുണ്ട്. പക്ഷേ പാവങ്ങളായ ജനങ്ങൾ ഇതിന്റെ അർത്ഥമൊന്നും അറിയാതെ അവരും ഇത് എന്തോ പ്രതിഫലം കിട്ടുന്ന ഒരു സംഭവമാണെന്ന് കരുതി അത് ഊതിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവരറിയുന്നില്ല, അവർ ഓരോ തവണയും ഈ മാല മൗലൂദുകൾ ഊതിക്കൂട്ടുമ്പോൾ അവർ ഷിർക്കിന്റെ നടുക്കഷ്ണങ്ങളായി മാറുകയാണ് എന്നുള്ളത്. ജനിച്ച വീട്ടിലാവട്ടെ, മരണ വീട്ടിലാവട്ടെ, പുതിയ വീട് വെച്ച സ്ഥലത്താവട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ മാല മൗലൂദുകൾ കൊണ്ടുപോയി ഊതി അവിടെ നിന്നും കാശും ഉണ്ടാക്കിയും അവിടെ നിന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുമൊക്കെയാണ് അവർ ജീവിച്ചു പോരുന്നത് തന്നെ. പാവപ്പെട്ട ആ വീട്ടുകാരൻ അറിയുന്നില്ല, ഞാൻ ഈ കാശൊക്കെ മുടക്കി ഈ ഉസ്താദുമാരെയൊക്കെ വിളിച്ച് ഇവിടെ വരുത്തി അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും സത്യം മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.